ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത പോലീസ് മേധാവികൾ ഉൾപ്പെടെ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിടണം നേരത്തെ പറഞ്ഞു. കാരണം ഇതിലേക്ക് നിന്ന് പരിചയവും ഒന്ന് സഹിഷ്ണുതാബോധം വേണം, 2 സംയമനം വേണം, 3 സമചിത്തത വേണം. ഇങ്ങനെയുള്ള ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് പോലീസ് DGPയോട് തന്നെ ഞാൻ നേരിട്ട് സംസാരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി അതനുസരിച്ച് തന്നെ ഡയറക്ഷൻ കൊടുത്തു. ഞങ്ങൾ പറഞ്ഞ പോലുള്ള പരിചയസമ്പന്നരായ ആളുകളൊക്കെ തന്നു. അതിൻ്റെ ഒരു ഗുണവും കണ്ടു. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ നമുക്കൊരു ടീം വർക്ക്, ഇതൊരു ഏത് വിജയിക്കുന്ന ഒരു ടീം വർക്ക് ഒരാൾ മാത്രമല്ല, ഞാൻ മാത്രമോ അല്ല ദിവസം കൂടി പ്രസിഡന്റ് മാത്രമോ അല്ല മുഖ്യമന്ത്രി മാത്രമോ വിചാരിച്ചാൽ ഇതെല്ലാവരും ചേർന്നുള്ളൊരു ടീം വർക്ക് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും. അത് പോലീസിൻ്റെ അതൊരു ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു. നമ്മളതിനോട് യോജിക്കുക ഒരിക്കലും. പിന്നെ അവർ നമ്മൾ അന്നവിടെ വെച്ച് ശാസിക്കാതിരുന്ന വെച്ചാൽ അവരും ഈ 15 ദിവസം നിന്ന് വർക്ക് ചെയ്യും, 10 ദിവസം നിന്ന് വർക്ക് ചെയ്യുന്നവർ വലിയ സ്ട്രെയിൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സേവനം നിന്ന് കണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ഹാർഡ് വർക്ക് അവിടെ വരുന്ന ഓരോ പോലീസുകാരനും ചെയ്യും. പിന്നെ അവരുടെ എല്ലാവരും ആഗ്രഹം 18ാം പടിക്ക് നിന്നൊരു പടം എടുക്കണം എന്നുള്ളത് വന്നു. പക്ഷേ ഒരിക്കലും അവിടുത്തെ ആചാരത്തിന് വിരുദ്ധമായി ചെയ്തുകൂടാ എന്ന കോടതി പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയത് അത് പാടില്ലായിരുന്നു. അത് ശരിയാണ്. അവർ പോലീസുകാർ പറഞ്ഞൊരു ന്യായമായ ചോദ്യമാണ്. അന്നത്തിൽ വത്സൻ തെലുങ്കേരി നടക്കുന്നേരെ തിരിഞ്ഞുകൊണ്ടാണ് ഈ ആക്രോശം എല്ലാം നടത്തിയ ബഹളം ഉണ്ടാക്കിയത്. അന്ന് ഇവരാരും ഈ ആക്ഷേപം ഉന്നയിച്ചില്ല. പക്ഷേ വത്സൻ തെലുങ്കേരി ചെയ്തതും തെറ്റാണ് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്നൊരു ഞാൻ തെറ്റ് ഇവർ ആവർത്തിക്കാനും പാടില്ല. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ പോലീസുകാരോട് അപ്പോഴും പറഞ്ഞു, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു കാര്യവും ചെയ്തുകൂടാ. അത് എല്ലായ്പ്പോഴും എല്ലാവരും പാലിക്കേണ്ട മര്യാദയാണ്. നല്ല രൂപത്തിൽ നിങ്ങളുടെ സേവനത്തെ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു, നിങ്ങളുണ്ടാക്കുന്ന റിസൾട്ട് വലുതാണ്. പക്ഷേ 1000 തേന്തുള്ളിക്കകത്തൊരു മീൻതുള്ളി വീണാൽ ആ തേന്തുള്ളിയുടെ മുഴുവൻ ഗുണം പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണമെന്ന് അതേ വാചകം ഞാൻ പറഞ്ഞു. ഇപ്രാവശ്യം പുതിയ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. കെട്ടില് കർപ്പൂരം, പിന്നെ ചന്ദനത്തിരി തന്ത്രിയുടെ ഇതിലായിരുന്നു. അതിൻ്റെ എങ്ങനെയുണ്ട് ഭക്തരുടെ ഇത് കെട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ അതിൻ്റെ പൊതുവിൽ ഏതായാലും അവിടെ വിവാദം. ഞാൻ തന്ത്രിയോട് ചോദിച്ചു. അദ്ദേഹം ഈ 1-2 ദിവസം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആദ്യം മുറി പോയി കണ്ടു. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ഞങ്ങളുമായി സംസാരിച്ചിട്ട് അദ്ദേഹം മീഡിയയോട് ഞാൻ കേൾക്കാതെ തന്നെ പറഞ്ഞു, ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിയൊരു കാലഘട്ടമില്ല. ഗവൺമെൻറ് വളരെ ശക്തിയായി ഇതിലിടപെടുകയും നല്ല രൂപത്തിലുള്ള ക്രമീകരണം ഉറപ്പുവരുത്തുന്നതുകൊണ്ട് ഭംഗിയായി തുടക്കം നടന്നിരിക്കുന്നു പറഞ്ഞ് അദ്ദേഹം എല്ലാ മീഡിയയ്ക്കും പ്രതികരണം കൊടുത്തിരുന്നു. തന്ത്രികളും കൊടുത്തു, മേൽശാന്തിയും കൊടുത്തു, ഞങ്ങളില്ലാത്ത സന്ദർഭത്തിൽ. അപ്പോൾ പൊതുവിൽ ആ കാര്യത്തിൽ അവർ പരിശോധിച്ചപ്പോൾ അവർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് കാര്യം. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്ത്രികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അവരോട് ആലോചിച്ചാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വ്യത്യാസമില്ല. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ കാര്യം അവർ ഈ ഫ്രീ ആയിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്നത് അതിപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ അന്നദാനം മാത്രം മതി. കാരണം ഇതിനകത്തൊരു ചെറിയ പ്രശ്നം, ഈ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ചില സ്ഥലത്തെങ്കിലും തെറ്റായ പ്രവണതകൾ വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കോടതി മനസ്സിലാക്കിയിട്ടാണ്, കോടതി പറഞ്ഞതനുസരിച്ചല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. തെറ്റായ പ്രവണത എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് വലിയ രൂപത്തിലുള്ള ഇതിൻ്റെ പിരിവുകൾ വരും. ചില സ്ഥലത്ത് ഈ അന്നദാനം എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ആളുകളെ ക്യാൻവാസ് ചെയ്ത് മനസ്സിലാക്കും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ പല രൂപത്തിലുള്ള കാര്യം വരുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് ദേവസ്വം ബോർഡ് മാത്രം അന്നദാനം നടത്തിയാൽ മതി പറഞ്ഞ് ഉള്ള രൂപത്തിൽ ഇപ്പം മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഇല്ല. ഇപ്പോൾ ഈ നമ്മുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു ആശയം ഗവൺമെൻറ്റുമായി സംസാരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നേരത്തെ അത് അംഗീകരിച്ചതാണ്. നമുക്ക് ഈ തിരുപ്പതി മോഡലുണ്ടല്ലോ, ആ മോഡലിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഈ വെർച്വൽ ക്യൂ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. അവിടെ ആധാർ കാർഡും കൊണ്ട് അവിടെ യാതൊരു പ്രശ്നമില്ലല്ലോ, എപ്പോഴും ക്ലിയർ അല്ലേ കാര്യങ്ങൾ. ഇവിടെ ആ ബോധത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി കുറേ കൂടെ സമയം എടുക്കും. കാരണം ഈ പാവങ്ങളായിട്ടുള്ള ഇത്തരം സംബന്ധിച്ച് ധാരണയില്ലാത്തവരും വെർച്വൽ ക്യൂവിൽ എന്തായാലും ബുക്ക് ചെയ്യണം എന്നുള്ള ഒന്നും ഇതുവരെ ഇല്ലാത്ത കുറേയേറെ ആളുകൾ വരും. അപ്പോൾ അങ്ങനെ അജ്ഞതയിലൂടെ വരുന്ന ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ക്രമേണ ഭാവിയിൽ നമുക്ക് ഓരോ വർഷവും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു അവയർനെസ് വന്നിട്ട് മാത്രമേ നമുക്ക് ഈ തരത്തിൽ ഈ തിരുപ്പതി മോഡലാക്കി എടുക്കാൻ കഴിയൂ. തിരുപ്പതി മോഡൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതായത് വർഷത്തിൽ മുഴുവൻ തുറക്കുക എന്നുള്ളൊരു പ്രൊപ്പോസലാണ് CM തന്നെ പറഞ്ഞു. പക്ഷെ അത് ഇവിടുത്തെ ആചാരങ്ങൾക്ക് യോജിച്ചതല്ല. അതല്ലാതെ എന്തൊക്കെ തരം മാറ്റങ്ങൾ? അല്ല, നമുക്കതിന് മുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. വെർച്വൽ ക്യൂവിലേക്ക് വരുന്ന ഒരു ബോധവൽക്കരണം പ്രധാനമായി നമ്മൾ മുൻകൂട്ടി അതെല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാം നമ്മൾ വിവിധ സ്റ്റേറ്റുകളിലെ മന്ത്രിമാരും ഒക്കെയായി ആശയവിനിമയം നടത്തുമ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ രൂപത്തിലേക്ക് വരണം ഈ ഭാവി എന്ന കാര്യം അതിലൊന്ന്. രണ്ടാമത് ഇപ്പം നമുക്ക് ഈ എല്ലാ സമയത്തും എന്നുള്ളത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുവദനീയമല്ലാത്ത സാഹചര്യമുണ്ട്. അവിടുത്തെ തന്ത്രികളുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ആ കാര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിൽ എടുക്കണമെങ്കിൽ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ വരണം. മറ്റൊന്ന്, ഈ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു എളുപ്പമാർഗത്തിൻ്റെ കാര്യം, 2 കാര്യങ്ങളിൽ റോപ്പ് വേ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഒരു തെറ്റായ സംസ്കാരം, ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്ക് മനസ്സിൽ തട്ടി തോന്നിയൊരു കാര്യം നിങ്ങളോട് വായിക്കുന്ന കാര്യം, ആ മനുഷ്യൻ ചുവന്നുകൊണ്ട് വരും ഡോളി. 100-100 കിലോ ഉള്ള ആളെ 4 പേര് കൂടി തോള വെച്ച് ഈ കയറ്റം കയറുന്ന കഥയ്ക്കാണ് നിങ്ങൾ. എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും പഴയ രാജവംശകാലത്തെ പല്ലക്കിൽ കൊണ്ടുവരുന്ന മാതിരിയുള്ള ചോള വെച്ചുള്ള ചുമട് അത് ഭയാനകമായിരുന്നു, വിഷമകരമാണ്. അപ്പം തന്നെ അത് ആലോചിച്ച് ഇതിനെന്നാ ഒരു പോംവഴി എന്നുള്ള കാര്യം. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഒരു 17 വർഷം മുമ്പ് ഒരു ഫയലുണ്ട്, എന്താ നമ്മുടെ റോപ്പ് വേ ഉണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ആ ഫയൽ തപ്പിയെടുത്തു. ആ ഫയൽ 17 വർഷം മുമ്പ് പ്രപ്പോസൽ വന്ന് ധാരണയിലുണ്ടായത് ഒരു സ്ഥലത്ത് പോയി ഉടക്കി കിടക്കുകയായിരുന്നു. ആ ഫയൽ ബുക്ക് ചെയ്തെടുത്ത് ഞാൻ റവന്യൂ മന്ത്രിയോടും വനം മന്ത്രിയോടും സംസാരിച്ച് ഞങ്ങൾ 3 മന്ത്രിമാരുടെയും സ്റ്റാഫിനെ എല്ലാം വിളിച്ചു പോയിട്ടൊരു കോൺഫറൻസാണ്. അപ്പോൾ അവരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ഫയൽ തപ്പിയെടുത്തു. അപ്പോൾ എത്ര വനഭൂമി വിട്ടുകൊടുക്കുമോ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രൂപത്തിൽ പകരം ഭൂമി കൊടുക്കണം റവന്യൂ. ഇതാണ് ആദ്യം വന്ന കണ്ടീഷൻ. അതിനാദ്യം ഇടുക്കി ജില്ലയിൽ ചിന്നക്കനാലിൽ ഭൂമി കണ്ടെത്തി. അതിനൊരു തടസ്സം വന്നു, ആൾതാമസമുണ്ട്. രണ്ടാമതെടുത്ത ഭൂമി ഫോറസ്റ്റ് അംഗീകരിച്ചില്ല. അത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത്. ഇപ്പം മൂന്നാമത് കൊല്ലം ജില്ലയിൽ 3ാമത്തെ ഭൂമി കണ്ടെത്തി. അത് എഗ്രി ചെയ്തു വനം വകുപ്പ്. അങ്ങനെ വനം മന്ത്രി, റവന്യൂ മന്ത്രിയും ഞാനും ചേർന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങളുടെ സ്റ്റാഫും ചേർന്ന് അതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടായി, ഓർഡറായി. ഇപ്പോൾ ഭൂമി കിട്ടി. 4.53 ഹെക്ടർ ഭൂമി ഇപ്പോൾ കിട്ടി. ആ കിട്ടിയ ഭൂമി വനം വകുപ്പ് എഗ്രി ചെയ്തു. അത് വെച്ചിട്ട് ഇപ്പോൾ കരാറുണ്ടാക്കി ഈ BOT അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 100 കണക്കിന് ട്രാക്ടറാണ് ചരക്കിന് വേണ്ടി മുകളിൽ എത്തിക്കൊണ്ടിരുന്നത്. അതിനുണ്ടാക്കുന്ന പൊല്യൂഷൻ വളരെ വലുതാണ്. അത് പൂർണ്ണമായി ഇല്ലാതാവും. 1. 2, ഇപ്പോൾ ഈ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളും രോഗികളുമായിട്ടുള്ള ആളുകൾ ഈ ചുമട്, ഈ പാവങ്ങളുടെ ചുമട്, അത് പൂർണ്ണമായി ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നനയ്ക്കും. അപ്പം നമുക്ക് പ്രായമുള്ളവർക്കും രോഗികൾക്കും പോകാനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട കോടതി അനുമതി തന്നു കഴിഞ്ഞു. നമ്മൾ തീരുമാനമാക്കിയിട്ടുണ്ട്. കോസ്റ്റിനെ ഇപ്പം കണക്ക് കൂട്ടിയിട്ട് ആദ്യത്തെ പ്രപ്പോസൽ വന്ന DPRL 150 crore. അപ്പോൾ അത് ചിലപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് കൂടുമ്പോൾ കൂടാം. BOT അടിസ്ഥാനത്തിനാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. സാറ് പറഞ്ഞ നേരത്തെ മാത്രമായിരുന്നു അല്ല, ഇതിനകത്ത് കോടതി മോഡിഫൈ ചെയ്തപ്പോൾ കോടതി ഇതിനകത്ത് ഈ നമ്മുടെ വന്ധ്യവയോധികരായിട്ടുള്ള ആളുകളും അതുപോലെ രോഗികളും എന്നെടുത്ത് പറയുന്ന വിധത്തിൽ കോടതി അനുമതി തന്നിട്ടുണ്ട്. അതോടെ കൂട്ടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനം വരുന്നു. ഇപ്പം ഞങ്ങളുടെ ഇവിടെ മനസ്സിലിരിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതും ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ വെച്ചാൽ മകരവിളക്ക് തീരുന്നു. ഈ തീർത്ഥാടനം ഈ മണ്ഡലം അല്ല, മകരവിളക്കൂടെ വരുമല്ലോ. ഒരു 2025 ഒരു ജനുവരി അവസാനത്തിലോ ഫെബ്രുവരി ആദ്യത്തോ നിർമ്മാണം തുടങ്ങത്തക്ക രൂപത്തിൽ, അല്ലാതെ ഡ്രോപ്പേ മുഴുവൻ വരില്ല, നിർമ്മാണം തുടങ്ങുക. അതിലേക്ക് ഫയൽ ഇപ്പം നീക്കിക്കൊണ്ടിരിക്കുക. ഒരു 20 എങ്ങനെ വന്നാലും 1.5 year എപ്പോൾ വരും. ഒരു അടുത്തതിൻ്റെ സീസൺ ഉറപ്പാവും. അതെ. അപ്പോൾ 2026 യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുമായിട്ട് മുന്നോട്ട് ഡിസ്കഷൻ അടുത്ത ദിവസം ഇരിക്കുക, 5-ാം തീയതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ സ്പീഡിൽ ഇപ്പോൾ ഇത് വില പൊക്കിയിടുന്നതിന് ശേഷം വളരെ 4 മീറ്റിംഗ് ഞാൻ ഈ 4 അത് ഞാൻ ആരെയും ക്ഷമിക്കുന്നില്ല. പോട്ടെ, അത് ഞങ്ങൾ ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ 2 വകുപ്പും സഹകരിക്കേണ്ടത്. ഇപ്പോൾ 2 കൂട്ടരും സഹകരിച്ചു. അത് അവരുടെ ആരും കുഴപ്പമില്ല, മുമ്പുണ്ടായിരുന്നവർ ചെയ്തതാണ്. ഇപ്പോഴത്തെ മന്ത്രിമാരും ചെയ്തില്ല. ഇത് 17 വർഷം മുമ്പ് ആലോചിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത ഏതോ കൂട്ടർ കയറി കുരുക്കിട്ടതാണ് കാര്യങ്ങൾ കടന്നിരുന്നത്. അത് പെറുക്കിയെടുത്ത് കുരുക്കഴിച്ച് മുമ്പോട്ട് വന്നു. ഈ 4 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്ക് യാഥാർത്ഥ്യമായി, ഓർഡറായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ 3 മന്ത്രിമാരും കൂടി ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് ക്ലിയർ ആക്കിയിരിക്കുന്നു. അപ്പോൾ പൊതുവിൽ ശബരിമലയ്ക്ക് പിന്നെ ഇപ്പോൾ മുമ്പില്ലാത്ത രൂപത്തിൽ ചെയ്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് പോലീസിൻ്റെ സഹകരണത്തോടു കൂടിയാണ്. ഈ റിട്ടേൺ പോകുന്ന ആളുകൾ പലപ്പോഴും അപകടങ്ങളിൽ പെടുന്നുണ്ട്. അത് വരാതിരിക്കാൻ വഴിനീളെ ഈ കാപ്പി കൊടുക്കുന്നൊരു സംവിധാനം കേഫ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയത്. എന്നുവെച്ചാൽ ഉറങ്ങി വരുന്നവർക്ക് ചുക്ക് കാപ്പിയും കട്ടൻ കാപ്പിയും കൊടുത്താൽ അവിടെ നിർത്തി
കാപ്പി കുടിച്ച് ഉറങ്ങാതെ പോകുന്ന അത് അവിടെ ഉണ്ടാകുന്ന റോഡുകളിലാണ് പ്രധാനമായും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവം തോന്നി. അതെങ്ങനെ വരുന്നതിൻ്റെ കാരണം പരിശോധിച്ചപ്പോൾ കണ്ടെത്തി ചിലർ ഉറങ്ങിപ്പോകുന്നു, ചിലർക്ക് ബ്രേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള കാരണം പല വണ്ടി അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്.